എങ്ങനെയെങ്കിലും ഉറപ്പോടെ വന്ന ഈ LDF സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേരും. വലിയ അയ്യപ്പ സംഗമമൊക്കെ നടത്തി ഞങ്ങളിതാ മൂന്നാം ഊഴത്തിലേക്ക് എന്ന് വിശ്വാസികളെ കയ്യിലെടുത്ത് പിണറായിയും കൂട്ടരും വലിയ സ്റ്റേജ് കിട്ടി പറയുമ്പോഴും സാധാരണ ജനങ്ങൾ പറയുന്നത് മനുഷ്യരെ ഇല്ലാതെയാക്കുന്ന ഈ ഭരണം അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ്. അവിടെ അടുത്തതാര് എന്ന ചോദ്യത്തിൽ ഇനി UDFന്റെ കൈകളിൽ കേരളം എന്ന് പറയാനാണ് ജനങ്ങൾക്കിഷ്ടം. എന്നാൽ ഇത് പണ്ടേ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് മാങ്കൂട്ടത്തെ പോലെയുള്ള വളർന്നു വരുന്ന വലിയ നേതാക്കന്മാരെ ഇല്ലാതെയാക്കാനുള്ള കഥകൾ മെനഞ്ഞ് അതിന് റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചാനലുകളെ കൂട്ടും പിടിച്ച് പല ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പറഞ്ഞ കൂട്ടർ ഇറക്കി വിട്ടത്. എന്നാൽ രാജ്യരാമായണം ഇതൊക്കെ കോൺഗ്രസിനെയും ടീം UDFനെയും ഇല്ലാതെയാക്കാനാണ് എന്ന് ബോധ്യമായി തുടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പിണറായി തന്റെ വമ്പൻ പടയായ ക്രൈംബ്രാഞ്ചിനെ തന്നെ നിരത്തിലിറക്കിയിട്ടും കാര്യമുണ്ടായില്ല. യാതൊരു തെളിവുകളും മുങ്ങിത്തപ്പിയിട്ടും കിട്ടാതെ വന്നപ്പോൾ രാഹുൽ സഭയിലേക്ക് കാലു കുത്തുന്നതാണ് പിന്നീട് കാണാൻ സാധിച്ചത്. അടൂരിലെ വീട്ടിൽ താടിയും വളർത്തി മൂലക്കിരുത്താമെന്ന് പലരും കരുതി. ഇവിടെ മാങ്കൂട്ടം ഒരിക്കൽ തങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു, ഞാൻ ഇതിലെ ഒരു കണ്ണി മാത്രമാണ് എന്ന്. ഇനിയും ഷാഫി പറമ്പിലിനെ പോലെയും PK ഫിറോസിനെ പോലെയും PC വിഷ്ണുനാഥിനെ പോലെയും ഉള്ളവരെയൊക്കെ വേട്ടയാടാനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട് എന്നും മാങ്കൂട്ടം ഉറപ്പിച്ചു പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറെക്കുറെ അത് ശരിവെക്കുന്ന തരത്തിൽ പല കഥകളും നമ്മൾ കണ്ടു. KT ജലീലിന്റെ നാടകമടക്കം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഒടുക്കം ആ ജലീലിനെ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കുകയാണ് PK ഫിറോസ് എന്ന യൂത്ത് ലീഗിന്റെ ഒറ്റക്കൊമ്പൻ. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് കളത്തിലിറങ്ങിയപ്പോൾ നമ്മൾ കണ്ട ഒരു മൂവർ സംഘമുണ്ട്. 1 ഷാഫി പറമ്പിൽ, 2 രാഹുൽ മാങ്കൂട്ടത്തിൽ, 3 PK ഫിറോസ്. നിലമ്പൂരങ്ങാടിയിൽ ഇവർ അഴിഞ്ഞാടിയതിന്റെ ഫലമാണ് ബഹുഭൂരിപക്ഷത്തിലുള്ള ഷൗക്കത്തിന്റെ വിജയം. അന്ന് തൊട്ട് ചിലർ കുറിച്ചു വെച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ കൂട്ടരെ ചിന്ന ഭിന്നമാങ്ങിയിട്ടേ അടങ്ങൂ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു പെണ്ണുകേസിൽ പെടുത്തി ഒതുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഷാഫി പറമ്പിലിനെ പോലും ഒറ്റയടിക്ക് ഇല്ലാതാക്കാം എന്ന് കരുതി. പിന്നീടുള്ളതാണ് PK ഫിറോസ്. ആദ്യം സഹോദരന്റെ കഞ്ചാവ് കേസിലും രണ്ടാമത് കള്ളപ്പണം വെളുപ്പിക്കലിലും ഒക്കെ ആയിട്ട് കഥകൾ ഇപ്പറഞ്ഞ കൂട്ടർ മെനഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ എല്ലാം പൊളിഞ്ഞെടുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടേക്കാണ് UDFനെയും കോൺഗ്രസിനെയും ഇല്ലാതെയാക്കാൻ ആരൊക്കെ തുനിഞ്ഞിറങ്ങിയാലും അവരെയൊക്കെ ഒറ്റ വെട്ടിനല്ലെങ്കിലും പല വെട്ടിന് തീർക്കുമെന്നുറപ്പിച്ചുകൊണ്ട് യുദ്ധം മുറക്കി ഡൽഹിയിൽ നിന്നും വിമാനം കയറി KC വേണുഗോപാൽ കേരളത്തിൽ ഇറങ്ങുന്നത്. ഇനി കാണാൻ പോകുന്ന പൂരം പകൽപൂരമാണ്.